നമസ്കാരം, എല്ലാവർക്കും ഈക്വൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റ് പി എസ് സി ചാനലുകളിലെ കമൻറ്റ് ബോക്സിൽ കയറി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമുകൾ എപ്പോൾ നടക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം എന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതുതായിട്ട് വരാൻ പോകുന്ന ഫയർമാൻ എക്സാം, LDC, LGS തുടങ്ങിയുള്ള എക്സാമുകൾ എന്ന് വരും എന്നുള്ള അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫയർമാനുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പി എസ് സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളിലായി പി എസ് സി നടത്താറുന്ന ഏകദേശം 22ഓളം എക്സാമുകളുണ്ട്. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ ആദ്യം നടക്കാൻ പോകുന്നത് ഈ 22 എക്സാമുകളായിരിക്കും. അതിനുശേഷമായിരിക്കും വലിയ എക്സാമുകളൊക്കെ നടക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മെയ് 9 നമ്മുടെ ഒരു ഫയർമാൻ എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ അത് ജൂൺ മാസത്തിൽ ഉണ്ടായിരിക്കില്ല. പകരം ജൂലൈയുടെ ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ 2ാം വാരത്തിലോ ആയിരിക്കും ഫയർമാൻ എക്സാം നടക്കുക. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, നമുക്ക് ഫയർമാൻ എക്സാമിന് വേണ്ടി നമുക്ക് ലഭിക്കാൻ പോകുന്ന മാക്സിമം എന്ന് പറയുന്നത് 40 ദിവസം, മാക്സിമം 40 ദിവസമാണ്. അപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇനി ഫയർമാൻ എക്സാമിന് വേണ്ടി സമീപിക്കാൻ. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭാഗം പഠിക്കുക എന്നുള്ളത് എങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇനി പഠിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ പുതിയ ഭാഗങ്ങൾ നോക്കാൻ നിൽക്കരുത്. നിങ്ങൾ റിവിഷനിലേക്കാണ് പോകേണ്ടത്. മാത്സ്, ഇംഗ്ലീഷ്, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഭാഗങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു അപ്രോച്ച്. അതിനുശേഷം മാത്രം GK പോവുക. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫയർമാനുമായിട്ട് ബന്ധപ്പെട്ട് സാധ്യത കൂടാനുള്ളൊരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഫയർമാൻ ലഭിച്ച അപേക്ഷകരുടെ എണ്ണം 2,71,000 പക്ഷേ ഇത്തവണ ലഭിച്ചിരിക്കുന്നത് 1,79,000. ഏകദേശം 1 ലക്ഷം അപേക്ഷകരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്രയും സാധ്യത കൂടുന്നുണ്ട്. മാത്രമല്ല കേരള സർക്കാർ ആലോചിക്കുന്ന പുതിയ കുറേ 5ലധികം ഫയർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല കൊറോണ തുടങ്ങിയുള്ള ഈ അസുഖങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഫോഴ്സിൽ ആളുകളെ എടുക്കേണ്ട ആവശ്യകത കൂടി നമ്മുടെ സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ 898 പേരുടെ റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കിയത്. അതിൽ നിന്ന് 440ഓളം പേരെ എടുത്തിട്ടുണ്ട്. ഇത്തവണ ഉറപ്പായിട്ടും 1000 പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇടുക. അതിൽ 500 പേരെ ഉറപ്പായിട്ടും എടുക്കാൻ സാധ്യതയുണ്ട്. ഫയർമാനുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട വേറൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിലുണ്ടായ അപ്ഡേഷൻ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഏകദേശം 8 മുതൽ 10 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് ആവശ്യമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മളൊരു ക്ലാസ് തയ്യാറാക്കുന്നതായിരിക്കും. മാത്രമല്ല ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ ഫയർമാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാരത്തോൺ ക്ലാസ് ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപേക്ഷയൊന്നും വിചാരിക്കാതെ തന്നെ ഈ 40 ദിവസം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആർക്കും വലിയ ജോലികളൊന്നുമില്ല, ഇഷ്ടംപോലെ സമയം, എന്തായാലും 10 മണിക്കൂറിനധികം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ കയറാവുന്നതാണ്. എഴുത്തു പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, നീന്തൽ പരീക്ഷ തുടങ്ങി ഈ പരീക്ഷകളെല്ലാം പൂർത്തിയാക്കി 2020 അവസാനിക്കുന്നതിന് മുമ്പ് ഫയർമാൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണമെന്നാണ് PSC ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 ഡിസംബറോടുകൂടി തന്നെ റാങ്ക് ലിസ്റ്റ് ഉറപ്പായിട്ടും വരും. നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, നിലവിൽ ഫയർമാന് നമ്മുടെ PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇല്ല. 2019 ഡിസംബർ 16 കൂടി നമ്മുടെ ഫയർമാൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിരുന്നു. അപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും 2020 അവസാനമാകുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ഈ 40 ദിവസം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി പോർഷനുകൾ കവർ ചെയ്തുകൊണ്ട് തീർത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫയർമാൻ പരീക്ഷയിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ മറ്റു പരീക്ഷകളേക്കാൾ ഫോഴ്സുകളിലേക്ക് ജോലി കിട്ടാൻ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ കൃത്യമായിട്ട് വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ കൃത്യമായിട്ട് വീഡിയോ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ കൂടി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.